ഹായ്. ഇവിടെ ബേസിക്കലി ക്രിസ്മസിൻ്റെ ഡെക്കോർ ഐറ്റംസ് ഒന്നും നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടൂല. പബ്ലിക്കായിട്ട് അങ്ങനെ വാങ്ങിക്കാൻ കിട്ടൂല. അപ്പോൾ നമുക്കൊരു ക്രിസ്മസ് സ്റ്റാർ വീട്ടിലുണ്ടാക്കാം, ലൈക്ക് വിത്ത് സീറോ കോസ്റ്റ്. ഞാനൊരു പഴയ നോട്ട്ബുക്കിൻ്റെ പേജ് വെച്ചിട്ടാണ് ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. ഞാൻ ആക്ച്വലി പിൻട്രസ്റ്റിൽ കണ്ടപ്പോഴാണ് ശരി ഓക്കെ ഇങ്ങനെ ഒരു സ്റ്റാർ ഉണ്ടാക്കിയാൽ എന്താണെന്ന് തോന്നിയത്. പിന്നെ ഞാൻ വിചാരിച്ചു, ഞാൻ ആദ്യം ഫസ്റ്റ് ഞാൻ എടുത്തത് കുറച്ച് A4 ഷീറ്റ്സ് ആണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ശരി A4 ഷീറ്റ് വേണ്ട, നമുക്ക് എന്തുകൊണ്ട് ഒരു സീറോ കോസ്റ്റിൽ ഉണ്ടാക്കിക്കൂടാ. അപ്പം ഞാൻ വിചാരിച്ചു പഴയ കുറച്ച് നോട്ട്ബുക്ക് ഉണ്ടായിരുന്നു. അപ്പം നോട്ട്ബുക്കിൻ്റെ പേജ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അതിനുവേണ്ടി ഞാൻ എടുത്തത് നല്ലൊരു ചെക്ക് ബുക്കാണ് കേട്ടോ. അതായത് എഴുതി നമ്മുടെ ഉപയോഗമൊക്കെ കഴിഞ്ഞൊരു ചെക്ക് ബുക്കിൻ്റെ പേപ്പേഴ്സാണ്. പിന്നെ നമുക്ക് ഒരു സിസറ് വേണം, അതുപോലെ ഗ്ലൂ വേണം, പെന്നോ പെൻസിലോ മാർക്കറോ വേണം. ശേഷം നല്ല കട്ടിയുള്ളൊരു കാർഡ്ബോർഡ് പോലത്തെ സംഭവം എടുത്തിട്ട് ഇതുപോലെ നമുക്ക് വേണ്ടുന്ന ഡിസൈൻ ആദ്യം വരച്ചു കൊടുക്കുക. ഈ ഡിസൈൻ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഇത് എനിക്ക് കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ട്രയാങ്കിളോ ചുമ്മാ ഒരു സ്ക്വയറൊക്കെ ആയിട്ട് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്തു എന്ന് മാത്രം. ഇതുപോലെ കട്ട് ചെയ്തൊന്ന് മാറ്റി വയ്ക്കുക. നമ്മുടെ എല്ലാ ലീഫും, അതായത് സ്റ്റാറിൻ്റെ എല്ലാ ലീഫും ഒരുപോലെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സാമ്പിൾ കട്ട് ചെയ്തതാണ്. ശേഷം നമ്മൾ ഇതുപോലെ ഒരു പേജ് എടുക്കുക, നടുവിന് വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്യുക. ശേഷം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സെൻറ്ററിൽ വെച്ചിട്ട് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ഗ്ലൂ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതിൻ്റെ സെൻറ്ററിലേക്ക് ആവാൻ പാടില്ല. ഇത് കണ്ടോ, ഇതുപോലെ നമുക്കത് കാണാൻ പറ്റണം. അങ്ങനെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 24 ലീവ്സ് ആണ് കേട്ടോ. ഈ 24 ലീഫ് കിടന്ന് ഇങ്ങനെ ഗ്ലൂ ഒട്ടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ചെറിയ കാര്യമൊന്നുമല്ല. എനിക്ക് മൊത്തത്തിൽ ഒരു 1.5 മണിക്കൂർ എടുത്തു. ശേഷം നമുക്ക് ഓരോ ലീഫായിട്ട് വീണ്ടും ഫോൾഡ് ചെയ്തതിന് ശേഷം രണ്ട് സൈഡിലും ഒരുപോലെ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റാം. നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്യുന്നത് തന്നെ രണ്ട് സൈഡിലും, ആ ലീഫിന്റെ രണ്ട് സൈഡിലും നമുക്ക് ഒരുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആദ്യം ഞാൻ കരുതിയത് A4 ഷീറ്റ് എടുക്കാം, ഫുൾ പ്ലെയിൻ വൈറ്റ് കളർ സ്റ്റാർ ഒപ്പിക്കാന്നാണ് കേട്ടോ. പിന്നെ ഞാൻ ന്യൂസ് പേപ്പർ തപ്പി നടന്നു. അങ്ങനെ ന്യൂസ് പേപ്പർ ഒന്നും എനിക്ക് കിട്ടിയില്ല. അവസാനം ഞാൻ ഈ ബുക്ക് കൊണ്ട് ചെയ്യാണ് കേട്ടോ ചെയ്തത്. പക്ഷെ ഇത് ഭയങ്കര എസ്തറ്റിക് ആയിരുന്നു കാണാനായിട്ട്. അടുത്തത് ഓരോ ലീഫും എടുക്കാം. നമ്മൾ ഫുള്ള് കട്ട് ചെയ്തതിന് ശേഷം ഓരോ ലീഫ് എടുത്തിട്ട് സെന്ററിൽ ഇതുപോലെ ഗ്ലൂ ഒട്ടിച്ച് കൊടുക്കാം. അങ്ങനെ എല്ലാം നമ്മൾ ഗ്ലൂ ഒട്ടിക്കണം കേട്ടോ. കുറച്ചൊരു പശയുടെ പരിപാടി ഉണ്ട്. അവസാനമാകുമ്പോൾ ഇത് ഹാങ് ചെയ്ത് ഇടണം എന്നുള്ളവർക്ക് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ത്രെഡോ മറ്റെന്തെങ്കിലും ലീഫോ കാര്യങ്ങളോ നമ്മൾ അതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ അവസാനം ഇത് മാറ്റിയിട്ട് ഒരു ത്രെഡ് എടുത്തിട്ടുണ്ട്. ത്രെഡായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പേപ്പറാണല്ലോ, പക്ഷെ പേപ്പറാണെന്ന് വെച്ചാൽ അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതോ ഫൈനലി എൻ്റെ സ്റ്റാർ റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര എസ്തറ്റിക് ആണ് കാണാനായിട്ട്. അതിനകത്ത് എൻ്റെ മോനാണ് കേട്ടോ മൊത്തം എഴുതി വെച്ചേക്കുന്നത്. അവൻ്റെ മാത്സിൻ്റെ ബുക്കാണ് ഞാൻ ഇതിന് വേണ്ടി യൂസ് ചെയ്തത്. അങ്ങനെ ഞാൻ ലൈറ്റൊക്കെ സെറ്റ് ചെയ്യാനുള്ള ചെറിയ തന്ത്രപ്പാടിലാണ്. കാരണം ഇവിടെ സ്റ്റാർ പബ്ലിക്കായിട്ട് ഹാങ് ചെയ്തിടാൻ പാടില്ല. അപ്പം അതുകൊണ്ട് വീടിൻ്റെ ഉള്ളിൽ തന്നെ ഞാനൊരു വോൾ ഡെക്കോർ പോലെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടും കൂടെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. നമ്മുടെ പഴയ ന്യൂസ് പേപ്പർ കൊണ്ടാണ് ഞാനിത് ചെയ്തായിരുന്നെങ്കിൽ കുറച്ചുകൂടെ എസ്തറ്റിക് ആയേനെ. അപ്പം ഇതൊരു വോൾ ഡെക്കറായിട്ട് ഇവിടെ തന്നെ ഇരിക്കട്ടെ എന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. ഈ വീഡിയോ എൻ്റെ മോൻ്റെ ടീച്ചർ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെക്കുറിച്ച് എന്ത് ധരിക്കും എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ പറയാതിരിക്കാൻ വയ്യ, എനിക്കൊരുപാട് ഇഷ്ടമായി.